വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിന് അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, നിന്റെ അദൃശ്യമായ ഈ വിശുദ്ധ കൊടുക്കുന്നവരുടെ കൈക്കൊള്ളുന്നവരുടെ ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ഏകമേഖലയുടെ മേലും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കാര്യത്തിന് വേണ്ടി ഇവിടെ തന്നെ ഇരിക്കണം, ഇവിടെ തന്നെ വസിക്കണം, തൻ്റെ ഗുരുവിൻ്റെ പാദം എടുത്തിരിക്കുന്നു. ആ ഒരു പാരമ്പര്യം ഞങ്ങൾ ഇപ്പോഴും കാത്ത് പിന്തുടരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വിശുദ്ധനായ ഏലിയാസിന്റെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നതായ ഈ പള്ളിയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിലേറെ അഭിമാനമുണ്ട്. മനസ്സിനുള്ളിൽ 100 വർഷമായ ദേവാലയമായിട്ട് പോലും ഞങ്ങളുടെ ദേവാലയത്തെ കുറിച്ച് ഞങ്ങളൊരു 100 വർഷം കൊണ്ടാടാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്തെല്ലാം ഗൗരവത്തിലായിരുന്നു ഈ ദേവാലയത്തെ ദർശിക്കുന്നതെന്നൊന്നും ഓർമ്മിക്കാതെ പോലും ഞങ്ങളുടെ മനസ്സിലേക്ക് ജൂബിലി എങ്ങനെ ആരംഭിക്കണം ആഗ്രഹിക്കുന്ന വാക്കിലേക്ക് ദൈവം പകർന്നു വന്ന ശബ്ദമാണ് പാടുന്നത്. പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ അത് ഏറ്റവും നിറവുള്ളതായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. ഇപ്പോൾ പള്ളിയുടെ ആശംസകൾ പ്രാർത്ഥന ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ സമാരംഭം നിർത്തിക്കൊണ്ട് ഈ പതാക അതിൻ്റെ ചുമതലക്കാർക്ക് കൈമാറും.
പ്രാരംഭം കുറിക്കുന്ന ഈ വേളയിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതാണെന്ന പേരിൽ നിങ്ങൾ സഹത്ത് അറിയിക്കും. മണർകാട് സെന്റ് മേരീസ് കത്തീഡ്രൽ അതിന് ഉജ്ജ്വലമായ ഊഷ്മമായ ഒരു സ്വീകരണം സ്വീകരിക്കുന്നു. ഇതോടൊപ്പം തന്നെ പള്ളിയുടെ സെക്രട്ടറിയായ ശ്രീ സുരേഷ് കണിയാമ്പറമ്പിൽ, കത്തീഡ്രലിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ പതാക പ്രയാണം സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് പുറപ്പെടുമ്പോൾ പള്ളി ഒന്നാകെ പറഞ്ഞൊരു കാര്യം, പരിശുദ്ധ അമ്മയുടെ നടയിൽ എത്തിയിട്ട് വേണം അവിടെ പോരാൻ എന്നുള്ളത് ആഗ്രഹത്തിലാണ്. തിരുമനസിൻ്റെ അരമനയാണിത്. വല്ലഭദ്രാസിൻ്റെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അഭിവന്യ പിതാവ് ഈ കാര്യങ്ങൾ ക്രമീകരണങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു. നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സമയപരിധികളുണ്ട്, സമയം സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടെന്ന് തിരുമേനി കഴിഞ്ഞ ദിവസത്തിൽ കണ്ടപ്പോഴും അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകൾ തന്നെയാണ് കരുതുന്നത്. അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയാണ് എന്ന് പറയാൻ സാധിക്കും.
നമ്മുടെ വിശ്വാസശിലയിൽ മലയാളക്കരയിൽ മഞ്ഞിക്കര മാർസെഫാലോസ് യാക്കോബായ സുലൈമാനി കത്തീഡ്രലിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായ ശതാബ്ദി ആഘോഷങ്ങൾ ആയിരുന്നു തുടക്കം കുറിച്ചുകൊണ്ടുള്ളതായ പതാക പ്രയാണ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം കൊല്ലം ജന്മത്തിപ്പോൾ കൊല്ലം പ്രജാസനത്തെ മാധ്യമോട് വിളിച്ചു വരുന്ന ഇസ്രായേൽ മാധ്യമനാഥ് മൈലാപ്പൂരിൽ മാത്തോമായും രക്തം ചിന്തിയ വിശ്വാസം മലകൾ താണ്ടി മലങ്കര പൂകിയ ഓമല്ലൂരിലെ വിശ്വാസം ഓർമ്മ ബഹുമാനിച്ചോർക്കായി സോമൻകാലസ്കുറിയേലായി കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹി മേലെ നുവാദാരെ. വാണമ്പടി മർത്തമറിയം പള്ളിയിൽ വിശുദ്ധ കുർബാന മിഖായേൽ മാർ ദീവനാസിയോസ് തിരുമനസ് അന്ത്യവിശ്രമം കൊള്ളുന്നതായ വാണമ്പടി പള്ളിയിലെ പ്രാർത്ഥനാനന്തരം പുറപ്പെട്ടു വരുന്നതായ ഭക്തി നിർഭരമായ പതാക പ്രയാണ ഘോഷയാത്ര. ഈ പതാക പ്രയാണ ഘോഷയാത്രയ്ക്ക് കൊല്ലം നിലനിർത്തുമ്പോൾ നിരാശങ്ങളെ ഭാഗ്യമോടെ മേയിച്ചു ഭരിച്ച ഭാഗ്യസ്മരണാർഹനായ കുറിയാക്കോസ് മാർ കൂർലോസ് തിരുമനസിന്റെ കബറിടത്തിലെ പ്രാർത്ഥനാനന്തരവും പുറപ്പെട്ടു വരുന്നതും വിവിധ പള്ളികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വരുന്നതുമായ പതാക പ്രയാണ ഘോഷയാത്ര. ഈ പതാക പ്രയാണ ഘോഷയാത്ര എത്തിച്ചേരുമ്പോൾ Thank you.
ആരാധനാകാര്യങ്ങളിൽ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും തീഷ്ണത ജീവിതം നയിച്ചതായ പുണ്യശ്ലോകനായ നമ്മുടെ ഇടവക ഏറ്റവും സ്നേഹിച്ചതായ അധികനായിട്ടാണ് യുവരാജയുടെ കബറിൽ പുറപ്പെട്ടതായ സ്ഥാപിച്ച് നമ്മുടെ ഈ കബറിൽ കെട്ടിയിരുന്നത് മൈനാപ്പൂരിൽ മാർത്തോമായും രക്തം ചിന്തിയ വിശ്വാസം മലകൾ